ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്തും കാർഷിക ഗവേഷണ കേന്ദ്രവും കാർഷിക വികസന ക്ഷേമ വകുപ്പ് ഒല്ലൂർ കൃഷി സമൃദ്ധിയുടെയും നേതൃത്വത്തിൽ ചക്കമേള സംഘടിപ്പിച്ചു. മേള റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ആർ രവി അധ്യക്ഷത വഹിച്ചു. ചക്കമേളയുടെ ഭാഗമായി വിവിധ സ്റ്റാളുകളും ചക്ക കൊണ്ടുണ്ടാക്കിയ വിഭവങ്ങളുടെയും വിവിധ തരത്തിലുള്ള ചക്കകളുടെ പ്രദർശനവും വിപണനവും നടക്കുന്നു. 28-29 മേളയുടെ വിവിധ സെക്ഷനുകളും പ്രദർശനവും വിപണനവും ഉണ്ടാകും. ഒല്ലൂക്കര ബ്ലോക്കിലെ വിവിധ പഞ്ചായത്തുകളിൽ നിന്ന് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ വിപണന സ്റ്റാളുകൾ, വിവിധ തരത്തിലുള്ള ചക്കമിഠായി, ചക്കപായസം, ഹൽവ, ചക്കവറവ് തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ, കലർപ്പില്ലാത്ത ശുദ്ധമായ നീര ഉൽപ്പന്നവും സ്റ്റാളിൽ പ്രദർശനവും വിപണനവും നടത്തുന്നു. കാർഷിക ഗവേഷണ കേന്ദ്ര മേധാവി ഡോക്ടർ എ ലത സ്വാഗതം പറഞ്ഞു. ഉദ്ഘാടന വേദിയിൽ പ്ലാവ് ഉദ്ഭവം മുതൽ വിപണനം വരെ എന്ന പുസ്തകം പ്രകാശനം മന്ത്രി നിർവഹിച്ചു. ചക്കമേളയെക്കുറിച്ച് പി പുഷ്പലത, അസോസിയേഷൻ ഓഫ് ഹോർട്ടിക്കൾച്ചർ പ്രൊഫഷണൽസ് വിശദീകരണം നടത്തി. കേരള കാർഷിക സർവകലാശാല രജിസ്ട്രാർ ഹുസൈൻ മാടക്കത്ര, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇന്ദിരാ മോഹനൻ, പാണഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി രവീന്ദ്രൻ, നടത്തറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീവിദ്യ രാജേഷ്, പുത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഉണ്ണികൃഷ്ണൻ തുടങ്ങിയ ജനപ്രതിനിധികളും വിവിധ മേഖലയിലെ കാർഷിക സർവകലാശാല മേധാവികളും സംസാരിച്ചു. ചെടിക്ക് രൂപം നൽകുകയും ഒക്കെ ചെയ്യുന്ന വിപത്തി കാലികളുടെ തീറ്റയായി നമ്മുടെ പറമ്പുകളിൽ കിടന്നിരുന്ന ചക്ക ഇപ്പോൾ അതിന്റെ സ്വഭാവത്തിൽ വലിയ മാറ്റം വരുത്തി ചക്കയുടെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ വ്യാപകമായിട്ടുണ്ടാക്കുക എന്ന ശ്രമത്തിലേക്ക് നമ്മൾ കടന്നു. മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ യഥാർത്ഥത്തിൽ ഉണ്ടാക്കാൻ കഴിയുന്ന കേരള കാർഷിക സർവകലാശാലയുടെ ഒരു വലിയ ഇടപെടൽ എന്ന സംവിധാനം രൂപീകരണ പഞ്ചായത്തിലെയും കർഷകരുടെ പ്രവർത്തനം, ഹോർട്ടിക്കൾച്ചർ പ്രൊഫഷണൽസ് അസോസിയേഷൻ അടക്കം എല്ലാവരുടെയും നല്ല വിധത്തിൽ നമുക്ക് ലഭ്യമായി എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അക്കാര്യത്തിലും സംഘാടകരായിട്ടുള്ള മുഴുവൻ പേരെയും പ്രത്യേകമായി അഭിനന്ദിക്കാൻ ഞാൻ ഈ അവസരം നമ്മളിങ്ങനെ തയ്യാറാക്കി വരികയാണ്. കാർഷിക പ്രദർശനങ്ങൾ യഥാർത്ഥത്തിൽ